പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗവർണർക്കെതിരെ SFI വീണ്ടും തെരുവിലേക്ക്. VC നിയമനത്തിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. തിങ്കളാഴ്ച കേരള കാലിക്കറ്റ് സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തും. തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജ്ഭവനിലേക്കും മാർച്ച് നടത്തും. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മലിനെ വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത വിധം പ്രതിഷേധിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. സർവകലാശാലകളിൽ VC-മാരില്ല. താൽക്കാലിക VC-മാർ ഇപ്പോൾ ഒരു പ്രമാണിമാരെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് കേരള സർവകലാശാല VC. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി ഈ ഉടനടി സ്ഥിരം VC-മാരെ മുഴുവൻ സർവകലാശാലകളിലും നിയമിക്കണം. ഇതാണ് SFIയുടെ ആവശ്യം. കാലിക്കറ്റിലും കേരളയിലും 10-ാം തീയതി മാർച്ചാണ്. രാജ്ഭവൻ സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മോഹൻ കുന്നുമ്മൽ എന്ന് പറഞ്ഞ ആള് ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എന്നെങ്കിൽ ശക്തമായ സമരം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള സമരത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, SFI വീണ്ടും ഒരു പോർമുഖം തുറക്കുകയാണോ VC-ക്കും ചാൻസലർക്കുമെതിരെ? അതെ ഡോക്ടർ അരുൺകുമാർ, വീണ്ടും ഗവർണർക്കെതിരെ SFI തെരുവിലേക്ക് സമരവുമായി ഇറങ്ങുന്നു എന്നതാണ് നമുക്ക് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ കാരണമായി സൂചിപ്പിക്കുന്നത് കേരള കാലിക്കറ്റ് സർവകലാശാലയിൽ നിൽക്കുന്ന അനിശ്ചിതത്വവും പ്രതിസന്ധികളും തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ കേരളയിലെയും കാലിക്കറ്റിലെയും വൈസ് ചാൻസലർമാർ SFIയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണെങ്കിൽ ഈ കേരളയിൽ സിൻഡിക്കേറ്റ് യോഗവും അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുമൊക്കെയായി രജിസ്ട്രാറുടെ സസ്പെൻഷനുമൊക്കെ വലിയ തർക്കമാണ് ഇരു കൂട്ടരും തമ്മിൽ നിലനിൽക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും താൽക്കാലിക VC-മാർക്ക് പകരം സ്ഥിരം VC-മാരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SFI സമരരംഗത്തേക്ക് വരുന്നത്. കേരളയിലെയും കാലിക്കറ്റിലെയും VC-മാർ പ്രമാണിമാരെ പോലെ പെരുമാറുന്നുണ്ട്. ആ പ്രമാണിത്വം ഇവിടെ അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സർവകലാശാലകളിലേക്കും വരുന്നയാഴ്ച, അതായത് നവംബർ മാസം 10-ാം തീയതി സർവകലാശാല മാർച്ച് സംഘടിപ്പിക്കാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനമായും കേരള വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ വളഞ്ഞു പിടിക്കാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അദ്ദേഹം താമസിക്കുന്ന വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധം അദ്ദേഹം കാണേണ്ടി വരുമെന്നും അതിൽ അദ്ദേഹം ആ തരത്തിൽ അദ്ദേഹത്തിന് ഒരു താക്കീതും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകിക്കൊണ്ടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു ഗോപാൽ ശിലാസനൽ. നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു സർവകലാശാലയാണ്. പെട്ടെന്ന് ഒരു ദിവസം ചാൻസലർക്ക് ഒരു താല്പര്യം തോന്നുന്നു, ആ സർവകലാശാല ഒന്ന് നന്നാക്കി കളയാമെന്ന് തീരുമാനിക്കുന്നു. അതോടുകൂടി ടീം